ഹലോ. അപ്പോൾ നമുക്ക് ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നിട്ടോ. അപ്പോൾ എന്നാ കഴിക്കാൻ നോക്കിയപ്പോൾ ഇങ്ങനത്തെ സ്നാക്സ്, ഇങ്ങനത്തെ ബന്ന് ഇവിടെ എനിക്ക് ഒരുപാട് കൊണ്ടുണ്ടോ ഇടയ്ക്കിടയ്ക്ക്. ഇത് സാധാ ബന്ന് പോലെ തന്നെയാണ്, പക്ഷേങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇത് ചോക്ലേറ്റ് ഫ്ലേവറാണ്. പല ഫ്ലേവറുള്ള സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൊണ്ടുവന്നിട്ട് എനിക്കൊന്നുണ്ട് ഒരുപാട് ദിവസമായി ഒറ്റക്കായതുകൊണ്ട് കഴിക്കാനൊരു മൂഡില്ലാഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ നാട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എപ്പോഴോ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഇത് കഴിക്കാം. ഇത് ലേസാണ്, ഞാൻ കഴിച്ച് ബാക്കി വെച്ചതാണ്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും പറയണം കേട്ടോ. എനിക്കെന്താണെന്നറിയില്ല, ഒറ്റക്കായി കഴിഞ്ഞാൽ ഫുഡ് ഇങ്ങനെ ഒന്നിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഇതിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലേസ് എന്നല്ല, എല്ലാ സ്നാക്കും ഒരുപാട് ഇഷ്ടമാണ്. ഈവൻ സിസ്റ്റേഴ്സിൻ്റെ കുട്ടികളെ കൈമന്ന് വരെ വാങ്ങി കഴിക്കും. അങ്ങനെയാണ് ഞാൻ. പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒന്നും പോകുന്നില്ല ഗൈസ്. ഇത് മാത്രമല്ല, ഇതൊക്കെ എനിക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാട്ടോ. അത് ഒരു സൈസ് ഐസ്ക്രീമാണ്. ഇതും അതുപോലെ തന്നെ. പിന്നെ ഇത് 2 കോൺ ഐസ്ക്രീം. അത് കൂടാണ്ട് ഇതിനൊക്കെ മുമ്പ് കൊണ്ടുവന്ന് വെച്ചൊരു ഐസ്ക്രീം ഉണ്ട് ഇവിടെ ഓൾറെഡി. ഇന്ന് ഞാൻ കഴിച്ചിട്ടില്ല, എന്തോ കഴിക്കാനൊരു ഇത് കിട്ടുന്നില്ല. കൂടെ ഉണ്ടെങ്കിൽ കഴിക്കാനൊരു ഇതായിരുന്നു. എല്ലാം ഇങ്ങനെ വെച്ചൊക്കെയാണ്. പിന്നെ അതുമാത്രമല്ല, വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് ഇതിപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ട് എത്ര ദിവസമായി എന്നറിയോ, ഒരുപാട് ദിവസമായി. ഞാൻ ഇതുവരെ കുടിച്ചില്ല. അങ്ങനെ ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും തൽക്കാലം നമുക്ക് ഇപ്പോൾ ഇത് കഴിക്കാം. ഇത് നമ്മുടെ സൗദി അറേബ്യയിലെ ലേസാണ്. ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഞാൻ എപ്പോഴാണിത് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലൈസ്. നാട്ടിൽ നിന്നൊക്കെ കുർക്കുറൊക്കെ ഞാൻ ഇഷ്ടംപോലെ വാങ്ങി കഴിക്കുന്നുണ്ട്. നല്ല സ്പൈസി ആയിട്ട്. പക്ഷെ അവിടുത്തെ ഇവിടുത്തെ ലൈസ് തമ്മിൽ ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. കമ്മൂർ ക്രിസ്പിയാണ്. പിന്നെ ഇതൊക്കെ റൈസ് ക്രീം ബന്ന് പല ഫ്ലേവറാണ്. ഇത് ചോക്ലേറ്റ് ഫ്ലേവറാണ്. ഇത് വേറെ എന്തോ ഒരു ഫ്ലേവറാണ്. ഇന്നലെ ഞാൻ കഴിച്ചത് വേറെ എന്തോ ഒരു ഫ്ലേവറാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ കഴിച്ച് വീഡിയോസ് നോക്കിയിരിക്കുകയാണ്. ഇത് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മളെ നാട്ടിലത്തെ ലേസിൻ്റെ ആ ഒരു ഫ്ലേവർ അല്ല കേട്ടോ. ഇത് കറക്റ്റ് ഒരു പൊട്ടറ്റോ ചിപ്സൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സ് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ലേസ് മാത്രം കഴിച്ചതുകൊണ്ട് വയറിൽ ഓടി എത്തിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് മാഗി ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എനിക്കിങ്ങനെ എംപ്റ്റി ആയിട്ട് മാഗി ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല. വെജിറ്റബിൾസൊക്കെ ഇടാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞ് പീസ് ഉള്ളിലിട്ടിട്ട് നമുക്ക് മാഗി ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാണ്. പിന്നെ ഇവിടെ എഗ്ഗ് ഉണ്ട്. എഗ്ഗ് ഇടണോ വേണ്ടതെന്ന് ഡൗട്ടിലാണ്. അത് ബോയിലായി എടുക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പെട്ടെന്ന് മാഗി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്, മാഗി എടുത്തിട്ട് മാഗി വേവിക്കാൻ ഒന്ന് മതി. ഞാൻ
ഒറ്റയ്ക്കാണ്. അപ്പോൾ ഒരു മാഗി മതി വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് വേവിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മാഗി. ഇത് ഏത് മാഗിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡോമിയാണ്. ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്, ഇൻഡോമി ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ നൂഡിൽസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം ഈ നൂഡിൽസ് വേവിച്ചെടുക്കാണ്. എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് മസാല ഇട്ട് ഉണ്ടാക്കുക കേട്ടോ. പിന്നെ അതിനായിട്ട് ഞാൻ ഒരു കുഞ്ഞ് പീസ് ഉള്ളിയും ഒരൊറ്റ പച്ചമുളകും പീസാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എങ്കിൽ ഒന്ന് പൊട്ടിക്കാം. എനിക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ തന്നെ വെച്ചെടുത്തിട്ടോ. ഓക്കെ, ഇനി അത് ശരിക്കും വേവാവട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ മാഗി മസാല റെഡിയാക്കുക. ഇതിങ്ങനെ ശരിക്കും വേവാവട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ മാഗി മസാല ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. ആദ്യം ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക് കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം വേവിക്കാം. മാഗി ഉണ്ടാക്കുന്ന സമയത്ത് സോയാ സോസ് ഉണ്ടെങ്കിൽ അത്, പിന്നെ പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് മാഗി അങ്ങനെ ഒറ്റക്ക് ഉണ്ടാക്കി കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എൻ്റെ കയ്യിൽ വെജിറ്റബിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനതൊക്കെ ഇട്ടിട്ടാണ് മാഗി ഉണ്ടാക്കാറ്. നമ്മുടെ മാഗി ഇവിടെ വേവാവുന്നുണ്ട് കേട്ടോ. ശരിക്കും ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഈ മസാല ഉണ്ടാക്കിയെടുക്കാം. ഓരോരുത്തരും ഒരുപാട് സ്റ്റൈലല്ലേ മാഗി ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ നമുക്കൊരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. ഇനി ഇതിൽ ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ സെപ്പറേറ്റ് വെച്ച് ആഡ് ചെയ്യുന്നതുകൊണ്ടാട്ടോ സെപ്പറേറ്റ് മസാലയൊക്കെ ആഡ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ മാഗി മസാല തന്നെ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇത്രയും ഉപ്പ് മതി കേട്ടോ. ഇത് ശരിക്ക് വേവാവട്ടെ. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാം. ഇതിലേക്കൊരൽപ്പം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഗരം മസാല ഇനിയോ ഫൈനലി നമ്മൾ ആഡ് ചെയ്യുന്നത് മാഗി മസാല കേട്ടോ. മസാല എന്ന് അറിയില്ല. അതിലെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ശരിക്കും മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്, അതുകൂടെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ മാഗി ഇവിടെ ഏകദേശം ആയിട്ടോ. ഇത് വേവായാൽ നമ്മൾ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ആക്കിയെടുക്കാം. ഒന്നുകൂടെ വേവാണ്. ഇനി ഇതിൽ ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ആഡ് ചെയ്യാണ്ട്. ഇപ്പോൾ മാഗി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി വെള്ളം ഒഴിവാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം.
എന്നിട്ട് മിക്സ് ഇറ്റ് വെൽ. ഓക്കെ, മിക്സ് ചെയ്യാം. അപ്പം എത്രയല്ലോ നമ്മുടെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള മാഗി റെഡി. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് പറയാം കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് മാഗി ഉണ്ടാക്കി കഴിക്കാറെന്നും കൂടെ കമൻറ്റ് ബോക്സിൽ പറയാം. എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓവറോൾ കഴിഞ്ഞു. ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മൾ കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഓക്കെ. നല്ല ചൂടായിരിക്കും. കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്ത ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ, സീ യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ലാസ്റ്റായിട്ട് ഞാനൊരു കോൺ ഐസ്ക്രീം കൂടെ കഴിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഇനിയുള്ള ഫുഡ് ഇക്ക വന്നതിന് ശേഷം കഴിക്കുക. അപ്പോൾ മാഗിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മാഗി കുറച്ച് സ്പൈസി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒരു കോൺ ഐസ്ക്രീം കൂടെ കഴിക്കാമെന്ന്. അപ്പോൾ ഇത് ചോക്ലേറ്റിൻ്റെ ഒരു കോൺ ഐസ്ക്രീം ആട്ടോ. അപ്പോൾ മാഗി സ്പൈസി ആയപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇതിവിടെ കഴിക്കാം. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ജലദോഷമുള്ള ടൈമാണ്. ഇത് കഴിച്ച് കൂടാൻ എന്താ എനിക്കറിയില്ല. ഞാൻ കഴിക്കുന്നുണ്ട്.